പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ പ്രചരണാർത്ഥം കാഞ്ഞൂർ മണ്ഡലം യു.ഡി.എഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാഹന സന്ദേശയാത്ര എം.എൽ.എ. അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 20-ന് ആലുവയിലെത്തുന്ന പുതുയുഗ യാത്രയ്ക്ക് ഉജ്ജ്വലമായ സ്വീകരണമൊരുക്കാനുള്ള പരിശ്രമത്തിലാണ് പ്രവർത്തകർ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് കാനൂർ മണ്ഡലം യു.ഡി.എഫിന്റെ നേതൃത്വത്തിൽ വാഹന സന്ദേശയാത്ര നടത്തിയത്. എം.എൽ.എ. അൻവർ സാദത്ത് ജാഥ ഉദ്ഘാടനം ചെയ്തു. എൽ.ഡി.എഫ് സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ കൊണ്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ആ ജനങ്ങൾ ഇന്ന് ഈ ഗവൺമെന്റ് കടക്കപ്പുറത്ത് എന്ന മുദ്രാവാക്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവിന്റെ ജാഥ ചെല്ലുന്ന എല്ലാ ഏരിയകളിലും വലിയ ജനക്കൂട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണ്? ഈ സർക്കാരിനെതിരെ ജനവികാരമാണ്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പൊതുസമൂഹം തന്നെ ഈ ജാഥ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ ഇന്ന് കാണാൻ സാധിക്കും. യു.ഡി.എഫ് കാനൂർ മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് കോയിക്കര അധ്യക്ഷനായി. നെടുമ്പാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ.എൻ. കൃഷ്ണകുമാർ, കാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോൾ, കോൺഗ്രസ് ഐ കാനൂർ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ കെ.വി. പോളച്ചൻ, പി.എച്ച്. നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം.സി. രഘു, സി.കെ. ഡേവിസ്, തോമസ് കോയിക്കര, കെ.ഡി. പൌലോസ്, എം.പി. ലോനപ്പൻ, ടിജോ വർഗീസ്, എം.ഐ. ദേവസിക്കുട്ടി, ജോയ് കാച്ചപ്പള്ളി, ജോയ് പുതുശ്ശേരി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയ രഘു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എബിൻ ഡേവിസ്, INTUC മണ്ഡലം പ്രസിഡന്റ് P.I. നാദർഷ എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 20-ന് രാവിലെ 10 മണിക്ക് പുതുയുഗ യാത്ര ആലുവയിൽ എത്തിച്ചേരും. ന്യൂസ് ബ്യൂറോ, കാലടി. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫറായിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്.